ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നൈക്കിയിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആയിരിക്കും ഇന്നുണ്ടായിരിക്കുക. എനിക്ക് ഈ അൺബോക്സ് ചെയ്യാന്ന് പറയുന്നത് ഈ പാക്കിംഗ് ഒക്കെ അൺബോക്സ് ചെയ്യാന്ന് പറയുന്നത് അത്ര ക്ഷമയില്ലാത്തൊരു പരിപാടിയാണ്. ഞാനിങ്ങനെ ഭയങ്കര വൃത്തിയിലൊന്നുമല്ല ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഒരു ക്ഷമയില്ലാത്ത കാരണം ഇങ്ങനെ ഇരുന്ന് ഭയങ്കര ആഘാതത്തിലാണ് ഞാനിതൊക്കെ അൺബോക്സ് ചെയ്യുക. ഈ പ്രൊഡക്ട്സൊക്കെ നമ്മൾ ഡെലിവറി ചെയ്ത് വീട്ടിലെത്തിയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതര സന്തോഷമാണ് കേട്ടോ. ആ സന്തോഷമാണ് ഈ ഫേസിൽ കാണുന്നത്. ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. എനിക്ക് ഒരുവിധം സൺസ്ക്രീനും മോയ്സ്ചറൈസിങ് ക്രീമും ഒന്നും എൻ്റെ സ്കിന്നിന് സ്യൂട്ടാവില്ല. ഞാൻ കുറേ കാലത്തെ റിസർച്ചിന് ശേഷം കണ്ടുപിടിച്ചതാണ് എൻ്റെ സ്കിൻ ടൈപ്പിനും എൻ്റെ സ്കിന്നിന് മാച്ച് ആവുന്ന സൺസ്ക്രീനും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും. എനിക്ക് ഒരുപാട് ബ്രാൻഡ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് വേറെ വേറെ ആയിരിക്കുമല്ലോ, അപ്പോൾ ചിലർക്കത് വർക്കായിരിക്കും. എനിക്ക് ഒരുപാട് ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ന്യൂട്രിഡേമാണ്. ന്യൂട്രിഡേമിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീം പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ പെട്ടെന്ന് കഴിയുമ്പോൾ നമുക്കത് വീണ്ടും ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത് വാങ്ങാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും എനിക്ക് ഇതാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിക്കുന്നത്. ഈ ഒരു ന്യൂട്രിഡേം മോയ്സ്ചറൈസറിൻ്റെ പാക്കിംഗ് ഒക്കെ ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത്. എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണല്ലോ ഇത്. എല്ലാവരും കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. എനിക്ക് പൊതുവേ ഈ ഒരുപാട് ഭയങ്കര കുത്തണ സ്മെല്ലൊന്നും എനിക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ ഫേസിൽ ലിപ്സ്റ്റിക്ക് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, വേറൊരു മേക്കപ്പും ഇല്ല. അപ്പോൾ മോയ്സ്ചറൈസർ വളരെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ന്യൂട്രിഡേം മോയ്സ്ചറൈസർ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാണ്. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അപ്പോൾ എനിക്ക് കുറച്ച് ഓയിലി കണ്ടൻറ്റ് ഉള്ള സാധനങ്ങളാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു ഓയിലി കണ്ടൻറ്റ് ആ ഒരു ലുക്ക് എനിക്ക് ഭയങ്കര ക്രീമി ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കാണെങ്കിലും ഡ്രൈ സ്കിന്നുള്ളവർക്കാണെങ്കിലും നോർമൽ സ്കിന്നുള്ളവർക്കാണെങ്കിലും ഇതൊരുപോലെ സ്യൂട്ടാണ് കേട്ടോ. നമുക്കൊരു ഭയങ്കര ഒരു ഫ്ലോ ലുക്ക് തരും ഈ ഒരു മോയ്സ്ചറൈസർ. പിന്നെ ഉള്ളത് എൻ്റെ എവർ ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ, അത് ന്യൂട്രിജിനയുടെ സൺസ്ക്രീനാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി കാണും കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ബ്രാൻഡ് യൂസ് ചെയ്തിട്ട് എനിക്കൊന്നും സ്യൂട്ട് ആവാതെ എനിക്ക് സ്യൂട്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സൺസ്ക്രീനാണിത്. ഇത് ഞാൻ ചെറുതും വാങ്ങിച്ചിട്ടുണ്ട്, വലുതും വാങ്ങിച്ചിട്ടുണ്ട്. ചെറുത് എനിക്ക് ബാഗിലിട്ട് കൊണ്ട് നടക്കാനാണ്. റീഅപ്ലൈ ചെയ്യുന്നതൊക്കെ വളരെ റെയറാണ്, എന്നാൽ പോലും എപ്പോഴും ബാഗിലുണ്ടാകുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അതിനോട് ഒരു ചെറുതും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വലുതും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് വേറൊരു മേക്കപ്പിൻ്റെ ആവശ്യമില്ല. വെറുതെ ഈ സൺസ്ക്രീനും ഒരു ലിപ്സ്റ്റിക്കും ഇട്ട് പോയാൽ തന്നെ ഭയങ്കര ഗ്ലോ ആണ്. നമുക്ക് വേറൊരു സ്ട്രോപ്പ് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് യൂസ് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാവും. നമ്മൾ ഈ സൺസ്ക്രീൻ ഇട്ട് മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഗ്ലോ വരും. ന്യൂട്രിജിന സൺസ്ക്രീൻ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എൻ്റെ സ്കിൻ ടൈപ്പിന് എനിക്ക് ഭയങ്കര വോക്കാണ്. പക്ഷേ ഓരോരുത്തർക്കും വേറെ സ്കിന്നാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇത് സ്യൂട്ട് ആവണം എന്നും ഇല്ല. അപ്പോൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ മാറ്റി വേറെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ന്യൂട്രിജിന ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിലൊക്കെ ചെറിയ ട്യൂബ് വാങ്ങിച്ചാൽ മതി. വലിയ ട്യൂബ് വാങ്ങിച്ച് വെറുതെ പൈസ കളയരുത്. ചെറുത് വാങ്ങിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വലുത് വാങ്ങിച്ചാൽ മതി. അപ്പോൾ സൺസ്ക്രീൻ നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇടണമല്ലോ, അപ്ലൈ ചെയ്യണം. പക്ഷേ ഇവിടെ ഞാൻ വീട്ടിലിരിക്കുന്നതുകൊണ്ടും ഒരു ഡെമോ കാണിക്കുന്നതുകൊണ്ടും ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നത്, ഇത് ഇടുമ്പോൾ പ്രശ്നമല്ല കേട്ടോ. ആദ്യമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ അയ്യോ പണി വാളിയെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഇതൊരു 4-5 മിനിറ്റിനുള്ളിൽ ഇത് സ്കിന്നിലേക്ക് അബ്സോർബായി നോർമലായിട്ട് ഇരിക്കും. ഭയങ്കര ഗ്ലോ ആണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇത് യൂസ് ചെയ്യുന്നവർക്കൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. ഇത് നമ്മളൊരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഈ ഒരു സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഗ്ലോയി ലുക്കാണ്. ഞാൻ പറഞ്ഞില്ല, വേറെ ഒരു മേക്കപ്പിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടേക്ക് വേണം, കല്യാണത്തിന് വരെ ഇങ്ങനെ ഒരുങ്ങി പോവാം. ആ ഒരു ലുക്ക് ഈ ഒരു സൺസ്ക്രീൻ ഉണ്ട്. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് നൈക്കയുടെ തന്നെ ഒരു ഹാൻഡ് ക്രീമാണ്, ഹാൻഡ് ആൻഡ് നൈൽ ക്രീമാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ എന്താണെന്നുള്ളത് ഞാൻ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. യൂസ് ചെയ്തതിന് ശേഷം ഹാൻഡ് ആൻഡ് നൈൽ ക്രീമാണ്. നൈലിൽ ഞാൻ യൂസ് ചെയ്യില്ല, ഹാൻഡിൽ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ പറയുന്നതായിരിക്കും.
നൈക്കയുടെ സ്ട്രോബെറി ആൻഡ് വാനില ഹാൻഡ് ആൻഡ് നൈൽ ക്രീം ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ ശരിക്കൊരു സ്ട്രോബെറി വാനില ആ ഒരു സ്മെല്ലാണ്. എനിക്ക് പൊതുവേ ഈ പിന്നെ മൈൽഡായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ ആ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും, ഈ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടും. ഇത് ഹാൻഡിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലായിട്ട് എല്ലാ ഹാൻഡ് ക്രീമും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉണ്ട്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഈ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഫ്രഷ് ഫീൽ നമുക്ക് തോന്നും. എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ കുറച്ച് ദിവസം കൂടി യൂസ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് സെൻസേഷൻ എന്ന് പറഞ്ഞ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഷെയ്ഡ് നമ്പർ 13 ക്രിംസൺ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂ കണ്ടിട്ട് ഞാൻ ആഡ് ചെയ്ത് വെച്ചതായിരുന്നു കാർട്ടിൽ. ഇതിൻ്റെ പ്രൈസും ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. മേബലിൻ ന്യൂയോർക്ക് സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണിത്. ഷെയ്ഡ് നമ്പർ 13 ആണ്. ഷെയ്ഡ് നെയിം അപ്ബീറ്റ് ക്രിംസൺ ആണ് കേട്ടോ. ഇത് കുറച്ച് ന്യൂഡ് കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക് ആണ്. ഞാൻ പൊതുവേ ഡാർക്ക് ലിപ്സ്റ്റിക് ആണ് അധികം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ന്യൂഡ് പിടിച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുകയാണെങ്കിൽ ഒരു ഫുൾ ഡേ ഒക്കെ നിൽക്കും. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ ഇത് നോൺ ഡ്രൈ എന്നൊക്കെ പറയും ഇവർ. പക്ഷേ എനിക്ക് അത്യാവശ്യം കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ തോന്നി. അപ്പോൾ അത്യാവശ്യം ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ, ഡ്രൈ ലിപ്പൊക്കെ ഉള്ളവരാണ് അത്യാവശ്യം നന്നായിട്ട് ലിപ് ബാം ഇട്ടതിന് ശേഷം ഇതിടുക. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഷെയ്ഡ് എല്ലാ സ്കിൻ ടൈപ്പിനും ശരിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മീഡിയം ടു ഡാർക്കർ സ്കിൻ ടോൺ ആണെങ്കിൽ കുറച്ച് വാഷ് ഔട്ട് ഫീൽ ഉണ്ടാവും എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എൻ്റെ ഒരു മീഡിയം സ്കിൻ ടോൺ ആണ്. അപ്പോൾ എനിക്ക് ഓക്കെ അത്രയേ ഉള്ളൂ. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ പ്രൊഡക്റ്റ് റിവ്യൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.